അനന്തമായ ആകാശഗംഗയിൽ മിന്നിമറയുന്ന കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾക്കിടയിൽ ഭാരതീയ ജ്യോതിഷം അടയാളപ്പെടുത്തിയിട്ടുള്ള 27 നക്ഷത്രങ്ങൾ വെറും പ്രകാശബിന്ദുക്കളല്ല. അവ മനുഷ്യജീവിതത്തിന്റെ വിധി നിർണയിക്കുന്ന ഊർജ കേന്ദ്രങ്ങളാണ്. ഈ നക്ഷത്രമണ്ഡലത്തിലെ 12ാമത്തെ കണ്ണിയായ ഉത്രം അഥവാ ഉത്തരഭാൽഗുനി അതിന്റെ ഗാംഭീര്യം കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ജ്യോതിഷ പഠനങ്ങളിൽ എന്നും ഒരു വിസ്മയമാണ്. നക്ഷത്രചക്രത്തിലെ രാജകീയ നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഉത്രം അധികാരത്തിന്റെയും ആർദ്രതയുടെയും ആത്മവിശ്വാസത്തിന്റെയും വിനയത്തിന്റെയും അത്യപൂർവമായ ഒരു സംഗമ ഭൂമിയാണ്. ആകാശമണ്ഡലത്തിലെ ചിങ്ങം, കന്നി എന്നീ 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഉത്രം നക്ഷത്രം പ്രപഞ്ചത്തിന്റെ ആത്മാവായ സൂര്യനാൽ ഭരിക്കപ്പെടുന്നു. ഒരു വശത്ത് ചിങ്ങം രാശിയുടെ പൗരുഷവും നേതൃപാടവവും, മറുവശത്ത് കന്നിരാശിയുടെ ബുദ്ധിപരമായ വിശകലന ശേഷിയും പ്രായോഗികതയും. ഈ 2 ഭാവങ്ങളുടെയും ഇടയിലുള്ള ഒരു പാലമാണ് ഉത്രം. അതുകൊണ്ട് തന്നെ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതും എന്നാൽ അങ്ങേയറ്റം അർത്ഥവത്തതുമായ ഒരു യാത്രയുമാണ്. ഭാരതീയ പുരാണങ്ങൾ ഉത്രത്തെ വിശേഷിപ്പിക്കുന്നത് ആര്യമാവ് എന്ന ദേവതയുടെ ഇരിപ്പിടമായാണ്. അതിഥി സൽക്കാരം, സൗഹൃദം, ഉദാരത, കരാറുകൾ പാലിക്കൽ എന്നിവയുടെ ദേവനാണ് ആര്യമാവ്. ഒരു വ്യക്തി സമൂഹത്തോട് പുലർത്തേണ്ട ധർമ്മം എന്തെന്ന് ഉത്രം നക്ഷത്രം നമുക്ക് കാണിച്ചു തരുന്നു. സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, വാക്കിന് പവിത്രത നൽകുന്ന, കർമ്മപഥത്തിൽ തളരാതെ മുന്നേറുന്ന ഒരു പോരാളിയുടെ മനസ്സ് ഉത്രത്തിനുണ്ട്. എന്നാൽ നാം കാണുന്ന ഈ തിളക്കത്തിനപ്പുറം ഉത്രം നക്ഷത്രത്തിന് മനോഹരവും എന്നാൽ സങ്കീർണവുമായ ചില കാണാപ്പുറങ്ങൾ കൂടിയുണ്ട്. ബാഹ്യമായ വിജയങ്ങൾക്കപ്പുറം അവർ അനുഭവിക്കുന്ന ആന്തരികമായ ഏകാന്തത, താൻ ചെയ്യുന്ന നന്മകൾക്ക് അംഗീകാരം ലഭിക്കാത്തപ്പോൾ ഉണ്ടാകുന്ന മനോവിഷമം, നീതിക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ എന്നിവയെല്ലാം ഉത്രത്തിന്റെ നിഗൂഢമായ തലങ്ങളാണ്. മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുമ്പോഴും സ്വന്തം ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്ന ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതം ഒരു സമസ്യയാണ്. ഈ പഠനത്തിലൂടെ ഉത്രം നക്ഷത്രത്തിന്റെ ജ്യോതിഷപരമായ സവിശേഷതകൾ മാത്രമല്ല, അതിന്റെ മനഃശാസ്ത്രപരമായ തലങ്ങളും ആത്മീയമായ ഔന്നിത്യവും ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ഈ നക്ഷത്രം ചെലുത്തുന്ന സ്വാധീനവും നാം വിശകലനം ചെയ്യുന്നു. സൗഭാഗ്യങ്ങളുടെ നക്ഷത്രമെന്ന് വിളിക്കപ്പെടുമ്പോഴും ആ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ ഉത്രം നക്ഷത്രക്കാർ നടത്തുന്ന നിശബ്ദമായ പോരാട്ടങ്ങളുടെ കഥയാണിത്. ഉത്രത്തിന്റെ തേജസ്സും നിഴലും ഒരേപോലെ ചർച്ച ചെയ്യുന്ന ഈ സമഗ്ര പഠനം നക്ഷത്ര രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വഴികാട്ടിയാകുമെന്ന് ഉറപ്പാണ്. ഭഗവാൻ ധർമ്മശാസ്താവിന്റെ ജന്മദിനമായി ഉത്രം ആഘോഷിക്കപ്പെടുന്നു. ശബരിമലയുൾപ്പെടെയുള്ള പ്രമുഖ ശാസ്താക്ഷേത്രങ്ങളിൽ ആറാട്ട് നടക്കുന്നത് ഈ പൈങ്കിനി ഉത്രം നാളിലാണ്. മഹിഷി നിഗ്രഹത്തിന് ശേഷം ഭഗവാൻ തന്റെ പൂർണ്ണ രൂപത്തിൽ ലയിച്ചതും ഈ നക്ഷത്രത്തിലാണെന്ന് പറയപ്പെടുന്നു. ഉത്രം നക്ഷത്രം ഭഗവാൻ അയ്യപ്പന്റെ ആത്മചൈതന്യമാണ്. ആ തേജസ്സിന്റെ പ്രഭയിലാണ് ഓരോ അയ്യപ്പ ഭക്തനും ആശ്വാസം കണ്ടെത്തുന്നത്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നതിന് ഒരു കാരണം അവർക്ക് ഭഗവാൻ അയ്യപ്പന്റെ ജന്മനക്ഷത്രത്തിന്റെ ഒരു അംശം ലഭിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. സൂര്യന്റെ പവിത്രതയും അയ്യപ്പന്റെ ധർമ്മബോധവും ഒത്തുചേരുന്ന ഉത്രം നക്ഷത്രം പ്രപഞ്ചത്തിലെ ഏറ്റവും കരുണയുള്ള നക്ഷത്രങ്ങളിൽ ഒന്നായി മാറുന്നത് ഇത്തരത്തിലുള്ള ദൈവിക ബന്ധങ്ങൾ കൊണ്ടാണ്. ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ പാദം ചിങ്ങം രാശിയിലാണ്. ബാക്കി 3 പാദങ്ങൾ കന്നി രാശിയിലാണ്. ഇവിടെയാണ് ഉത്രത്തിന്റെ വൈരുദ്ധ്യം ആരംഭിക്കുന്നത്. ചിങ്ങത്തിന്റെ രാജകീയ ഭാവവും കന്നിയുടെ സേവന സന്നദ്ധതയും ഒരേ നക്ഷത്രത്തിൽ ഒത്തുചേരുന്നു. പുറമേക്ക് അധികാരിയെ പോലെ പെരുമാറുമ്പോഴും ഉള്ളിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സേവകന്റെ മനസ്സ് ഇവർക്കുണ്ടാകും. ഈ ഇരട്ട വ്യക്തിത്വം പലപ്പോഴും അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കാറുണ്ട്. ഉത്രം നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും. എന്നാൽ എത്ര വലിയ ജനക്കൂട്ടത്തിനിടയിലായാലും താൻ ഒറ്റപ്പെട്ടവനാണെന്ന ഒരു തോന്നൽ ഇവരെ വേട്ടയാടാറുണ്ട്. ആത്മീയമായ ചിന്തകൾ ഇവരിൽ വളരെ നേരത്തെ തന്നെ ഉദയം ചെയ്യും. പുറമെ ചിരിക്കുമ്പോഴും ഉള്ളിൽ ആഴത്തിലുള്ള എന്തോ ഒന്നിനെ അവർ തിരഞ്ഞുകൊണ്ടിരിക്കും. നീതിക്ക് നിരക്കാത്തത് കണ്ടാൽ പ്രതികരിക്കാൻ ഇവർക്ക് മടിയില്ല. സ്വന്തം ബന്ധുക്കളാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ ഉത്രം നക്ഷത്രക്കാർ അവർക്കെതിരെ നിൽക്കും. ഈ കർക്കശമായ നിലപാട് പലപ്പോഴും ഇവർക്ക് ശത്രുക്കളെ നൽകാറുണ്ട്. സത്യം പറയുക, ധർമ്മം പ്രവർത്തിക്കുക എന്നത് ഇവരുടെ ജീവിത മുദ്രയാണ്. ഉത്രം നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ത്യാഗവും ചെയ്യും. എന്നാൽ താൻ ചെയ്ത സഹായത്തിന് പകരമായി ഒരു ചെറിയ നന്ദിയോ സ്നേഹമോ ഇവർ ആഗ്രഹിക്കുന്നു. അത് ലഭിക്കാതെ വരുമ്പോൾ ഇവർ പെട്ടെന്ന് നിരാശരാകുകയും ഉൾവലിയുകയും ചെയ്യുന്നു. ഉത്രം നക്ഷത്രക്കാരെ തിരിച്ചറിയാൻ ചില പ്രത്യേക അടയാളങ്ങളുണ്ട്. അവർ മിക്കവാറും പൊക്കമുള്ളവരും ഉറച്ച ശരീരപ്രകൃതിയുള്ളവരുമായിരിക്കും. അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം കാണാം. വളരെ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. കണക്കിലും യുക്തിചിന്തയിലും ഇവർ മിടുക്കരായിരിക്കും. പക്വതയോട് സംസാരിക്കാൻ ഇവർക്കറിയാം. അനാവശ്യമായി വാചാലരാകാതെ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ഇവർ ശ്രദ്ധിക്കും. പരീക്ഷാ പ്രതിസന്ധികളിലും ക്ഷമയോടെ ഇരിക്കാൻ ഇവർക്ക് സാധിക്കും. എന്നാൽ ക്ഷമ നശിച്ചാൽ ഇവരുടെ കോപം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. താമസിക്കുന്ന ഇടവും ധരിക്കുന്ന വസ്ത്രവും വൃത്തിയായിരിക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. അലസത ഇവർക്കൊട്ടും ഇഷ്ടമല്ല.
ഉത്രം നക്ഷത്രത്തിന്റെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആര്യമാവ് ദേവതയായതിനാൽ വിവാഹ ബന്ധങ്ങൾക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു. പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുന്നവരാണിവർ. എങ്കിലും ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. പങ്കാളിയെ നിയന്ത്രിക്കാനുള്ള പ്രവണത ഉത്രം നക്ഷത്രക്കാർ ഒഴിവാക്കേണ്ടതാണ്. മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് പിതാവിനോട് ഇവർക്ക് വലിയ ബഹുമാനമായിരിക്കും. പിതാവിന്റെ സ്വത്തോ പദവിയോ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾക്ക് വേണ്ടി അവർ പണം ചെലവഴിക്കാനും സമയം കണ്ടെത്താനും മടിക്കില്ല. സൂര്യന്റെ നക്ഷത്രമായതിനാൽ ഉത്രം നക്ഷത്രക്കാർക്ക് ഭരണപരമായ ജോലികളിൽ തിളങ്ങാൻ സാധിക്കും. സർക്കാർ ഉദ്യോഗസ്ഥങ്ങൾ, രാഷ്ട്രീയം, അധ്യാപനം, നിയമം, സാമൂഹിക പ്രവർത്തനം, മെഡിക്കൽ രംഗം, ബിസിനസ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ്. ഒരു ടീമിനെ നയിക്കാൻ ഇവർക്ക് ജന്മനാ സിദ്ധിച്ച കഴിവുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് ഭയമില്ല. 32 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ വലിയ പുരോഗതി ഉണ്ടാകും. അനാവശ്യമായി പണം ചെലവാക്കുന്ന സ്വഭാവം ഇവർക്കില്ല. എങ്കിലും ആഡംബര വസ്തുക്കളോട് ഇവർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും. ഓരോ പാദത്തിലും ജനിക്കുന്നവർക്ക് സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. ചിങ്ങം രാശി ധനു നവാംശത്തിൽ ഉൾപ്പെട്ട 1-ാം പാദക്കാർക്ക് ഇവർ ഭാഗ്യശാലികളായിരിക്കും. ആത്മീയതയും ജ്ഞാനവും ഇവരിൽ കൂടുതലായിരിക്കും. കരിയറിൽ വലിയ ഉയരങ്ങളിലെത്തും. കന്നിരാശിയിൽ ഉൾപ്പെട്ട മകരം നവാംശത്തിലെ 2-ാം പാദക്കാർ കഠിനാധ്വാനികളാണ്. പ്രായോഗിക ബുദ്ധി കൂടുതലായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. കന്നിരാശിയിൽ ഉൾപ്പെട്ട കുംഭം നവാംശത്തിലെ 3-ാം പാദക്കാർ ബുദ്ധിജീവികളാണ്. ഗവേഷണം, ശാസ്ത്രം എന്നിവയിൽ താല്പര്യമുണ്ടാകും. പലപ്പോഴും വിചിത്രമായ ചിന്താഗതിക്കാരായിരിക്കും ഇവർ. കന്നിരാശിയിൽ ഉൾപ്പെട്ട മീനം നവാംശത്തിലെ 4-ാം പാദക്കാർ ഭാവനാ ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും. കല, സംഗീതം, എഴുത്ത് എന്നിവയിൽ തിളങ്ങും. സഹാനുഭൂതി കൂടുതലുള്ളവരായിരിക്കും ഇവർ. ഉത്രം നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യവാന്മാരാണെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, രക്തസമ്മർദ്ദം, നടുവേദന, കണ്ണുകൾക്ക് അസ്വസ്ഥത എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഇവർക്ക് അത്യാവശ്യമാണ്. ഏതൊരു നക്ഷത്രത്തിനും എന്നതുപോലെ ഉത്രത്തിനും ചില കുറവുകളുണ്ട്. താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന തോന്നൽ പലപ്പോഴും മറ്റുള്ളവരുമായുള്ള ബന്ധം വഷളാക്കും. ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും പിന്മാറാൻ ഇവർക്ക് മടിയാണ്. മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കാനും അവരെ വിമർശിക്കാനും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഇത് സമൂഹത്തിൽ ഇവരെ ഒറ്റപ്പെടുത്തും. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അമിതമായി ആകുലപ്പെടുന്നത് ഇവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തും. ഉത്രം നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം കൂടുതലാണ്. ഇവർ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുമ്പോഴും ഉള്ളിൽ ഒരു തരം വൈരാഗ്യം സൂക്ഷിക്കുന്നവരാണ്. ആത്മീയ ഗുരുക്കന്മാരെ സേവിക്കാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നു. സൂര്യനെ ഉപാസിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകും. ഉത്രം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതം കൂടുതൽ ശോഭനമാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായ ഊർജം വർദ്ധിപ്പിക്കും. ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയം ജപിക്കുന്നത് ശത്രുദോഷം മാറാനും ഔദ്യോഗിക പുരോഗതിക്കും സഹായിക്കും. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകുന്നതും ആര്യമാവിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും. ചുവപ്പ്, ഓറഞ്ച്, കുങ്കുമം എന്നീ നിറങ്ങൾ ഇവർക്ക് ഭാഗ്യം നൽകുന്നു. മാണിക്യമാണ് ഉത്രത്തിന്റെ രത്നം. എന്നാൽ ജാതകം നോക്കി ഗ്രഹനില പരിശോധിച്ച ശേഷം മാത്രമേ ഇത് ധരിക്കാവൂ. ഉത്രം നക്ഷത്രം എന്നത് അധികാരത്തിന്റെയും ആർദ്രതയുടെയും സംഗമ ഭൂമിയാണ്. ലോകത്തിന് വെളിച്ചം നൽകുന്ന സൂര്യനെ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശമാകാൻ ഇവർക്ക് സാധിക്കും. സ്വന്തം അഹന്തയെ നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും പഠിച്ചാൽ ഉത്രം നക്ഷത്രക്കാരേക്കാൾ ഭാഗ്യവാന്മാർ വേറെയില്ല. സൗഭാഗ്യങ്ങളുടെ നക്ഷത്രം എന്ന വിശേഷണം ഇവർക്ക് 100% അനുയോജ്യമാണ്. കാരണം ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനഃശാന്തിയും കുടുംബ ഭദ്രതയും നേടിയെടുക്കാൻ കഴിവുള്ള നക്ഷത്രമാണ് ഉത്രം. ജീവിതത്തിലെ പ്രതിസന്ധികളെ സൂര്യ തേജസ്സോടെ നേരിടാൻ ഇവർക്ക് സാധിക്കും. കഠിനാധ്വാനവും വിനയവും കൂടിച്ചേർന്നാൽ ഉത്രം നക്ഷത്രക്കാർ ലോകമാദരിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറുമെന്നതിൽ സംശയമില്ല.